السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള തിന്മ ഏതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ കോപിക്കുന്ന പാപം ഏതാണ്? ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും, അവനിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകലാണ്. അള്ളാഹുവിനോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയലാണ്. സൂറത്ത് നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇത്മൻ അദീമാ. സുബ്ഹാനല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്, ഇന്നല്ലാഹ്, നിശ്ചയമായും അല്ലാഹു, ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല, പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, എന്നാൽ അതൊഴികെയുള്ള പാപങ്ങൾ, ശിർക്കല്ലാതുള്ള പാപങ്ങൾ, പശ്ചാത്താപം കൂടാതെ തന്നെ അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഒരു വചനത്തിൽ നിന്ന് ഷിർക്കിൻ്റെ ഗൗരവം വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. എത്രമാത്രമാണ് ഷിർക്കിൻ്റെ ഗൗരവമെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യകത ഇന്നിൻ്റെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയേണ്ട പരാതികളും പരിഭവങ്ങളും മുഹീദ്ദീൻ ഷെയ്ഖിനെയും അതുപോലെ മറ്റ് ഔലിയാക്കളെയും പുണ്യാത്മാക്കളെയും വിളിച്ചു പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഈ ഒരു വിഷയം മറന്നുപോയി. അത് കാര്യമല്ലാതെ ആയിരിക്കുന്നു, അതവർക്കൊരു പ്രശ്നമല്ലാതെ ആയിരിക്കുന്നു. സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഭാര്യ, നാം ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യ, എന്ത് തെറ്റ് ചെയ്താലും നാം ആ ഭാര്യയ്ക്ക് ഒരുപക്ഷെ പുറത്തു കൊടുക്കും, മാപ്പ് നൽകും. വില കൂടിയ വസ്ത്രം ഇസ്ത്രി ഇടുന്ന സമയത്ത് ആ ഇസ്ത്രിയിൽ ആ വസ്ത്രം കരിഞ്ഞു പോയാൽ ഒരുപക്ഷെ നാം അവൾക്ക് മാപ്പ് കൊടുത്തേക്കാം. വിശന്ന് കരിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ സമയത്ത് ഭക്ഷണത്തിൽ ഉപ്പ് കൂടിയാൽ അത് കാരണം നമ്മുടെ ഭാര്യയെ ഒരിക്കലും നാം എന്നേക്കുമായി വെറുക്കാറില്ല. പക്ഷേ നമ്മുടെ ഭാര്യയിൽ നിന്ന് നമുക്ക് മാത്രം ലഭിക്കണം എന്ന് നാം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ദിവസം നാം വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് മാത്രം എൻ്റെ ഭാര്യ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, അവളുടെ ശരീരം, അവളുടെ സ്നേഹം, അത് മറ്റൊരാളുമായി അവൾ പങ്കുവെക്കുന്നത് കണ്ടാൽ ഒരു പുരുഷനെന്നോണം എനിക്കോ നിങ്ങൾക്കോ ഒരിക്കലും തന്നെ അത് സഹിക്കുകയില്ല. അത് പൊറുക്കാനുള്ള മനസ്സ് വളരെ അപൂർവമായിരിക്കും. ഇതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റ് പുറത്തു തന്നേക്കാം. വ്യഭിചരിച്ചാലും കള്ളു കുടിച്ചാലും തിന്മ ചെയ്താലും വേണ്ടാധീനങ്ങൾ ചെയ്താലും ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നേക്കാം. പക്ഷേ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് അത് അങ്ങേയറ്റത്തെ തിന്മയാണ്, അങ്ങേയറ്റത്തെ പാപമാണ്, ഒരുപാട് ഗൗരവമേറിയ പാപം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന ആളുകൾ, അവർ പറയുന്ന ന്യായം എന്താണ്? യാ മുഹീദ്ദീൻ ഷെയ്ഖെ, യാ ബദരീങ്ങളെ, യാ മമ്പറത്ത് തങ്ങളെ എന്നൊക്കെ വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന ആളുകൾ ആ പ്രസ്തുത വിളിക്ക് നൽകുന്ന ന്യായീകരണം എന്താണ്? അവരുടെ ന്യായീകരണം എന്താണ്? അവർ പറയാണ്, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നില്ല. ഈ വിളിക്കുന്ന ആളുകളെ ഞങ്ങൾ ഒരിക്കലും ആരാധ്യന്മാരാക്കുന്നില്ല. ഈ വിളിക്കുന്ന ആളുകളെ ഞങ്ങൾ ഒരിക്കലും ഇലാഹുകളായി കാണുന്നില്ല. മറിച്ച് ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്. ഇത്തരത്തിലുള്ള മഹത്തുക്കളായ ആളുകളുടെ, അവർ ചെയ്ത പുണ്യങ്ങളുടെ, അവർ ചെയ്ത കർമ്മങ്ങളുടെ വെളിച്ചത്തിൽ അവരുടെ ഹക്ക് കൊണ്ട്, അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് കടന്നു ചെല്ലുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആവശ്യം മാത്രമാണ് അവരോട് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അവർക്ക് ഒരിക്കലും തന്നെ ഞങ്ങൾ സമദിയത്ത് കൽപ്പിക്കുന്നില്ല, ഒരിക്കലും തന്നെ അവരെ ഞങ്ങൾ ഇലാഹാക്കുന്നില്ല എന്നാണ് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ ഇത്തരത്തിലുള്ള വിളികൾ കൊണ്ടു നടക്കുന്ന ആളുകൾ പറയുന്ന ന്യായം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു വളരെ വളരെ ലളിതമായൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഈ ആളുകളും മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുശ്രിക്കുകളും തമ്മിൽ എന്താണ് വ്യത്യാസം?
എന്തായിരുന്നു മക്ക മുശ്രിക്കുകളുടെ തൽബിയത്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഇതായിരുന്നു മക്ക മുശ്രിക്കുകളുടെ തൽബിയത്ത്. അല്ലാഹുവേ, നിനക്ക് പങ്കുകാരില്ല, ഏത് തരത്തിലുള്ള പങ്കുകാരല്ലാതെ. ആ പങ്കുകാർക്ക് എന്തൊക്കെ അധീനപ്പെട്ടിട്ടുണ്ടോ, ആ പങ്കുകാരുടെ അധീനതയിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നിന്റെയും അധീനതയിലാണ് എന്നായിരുന്നു മക്ക മുശ്രിക്കുകളുടെ തൽബിയത്തും അവരുടെ വിശ്വാസവും. ഖുർആൻ പറയുന്നത് എന്താണ്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് ആരാധിക്കുന്നത്, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഒരു അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരെ വിളിക്കുന്നില്ല, ഞങ്ങൾ അവരെ തേടുന്നില്ല എന്നായിരുന്നു അവരുടെയും ന്യായവാദം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിങ്ങളും 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് എന്ന ആയുധവുമായി പടവെട്ടിയ ആ കിരാതന്മാരായ മനുഷ്യരും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവിനോട് മാത്രം പറയുക, പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രം, സഹായതേട്ടങ്ങൾ അദൃശ്യമായ അഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സഹായതേട്ടം അത് അള്ളാഹുവിനോട് മാത്രമാകണം. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ബഖറയിലൂടെ? أعوذ بالله من الشيطان الرجيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സ്നേഹത്തോടുകൂടി, വളരെ കാരുണ്യത്തോടുകൂടി നമ്മോട് പറയുകയാണ്, പ്രവാചകരെ, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ നീ പറഞ്ഞു കൊടുക്കണം, ഫ ഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. അവരുടെ കണ്ണുനീര് കാണുന്ന, അവരുടെ വിഷമം കാണുന്ന, അവരുടെ ദുഃഖം കാണുന്ന, അവരുടെ പ്രയാസം കാണുന്ന, അവരുടെ ഹൃദയത്തിൻ്റെ വേദന കാണുന്ന, അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിക്കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ കണ്ഠനാടിയേക്കാൾ അടുത്തവനായി ഞാൻ അവനോട് കൂടെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സൃഷ്ടാവായ, ലോകത്തിനെ പടച്ച് നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, ഞാൻ നിന്റെ കണ്ഠനാടിയേക്കാൾ അടുത്തുണ്ട് എന്ന വചനത്തെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിൻ്റെ അടിമക്ക് അവൻ പോരെ എന്ന ചോദ്യത്തെ അവഗണിച്ചുകൊണ്ട്, തൃണവൽക്കരിച്ചുകൊണ്ട് അജ്മീറിലേക്കും അതുപോലെ ഉള്ളാളത്തേക്കും നാം പോകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അവഗണിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വാക്കുകളെയല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ വാക്കുകളെയല്ല, മറിച്ച് നാം അവഗണിക്കുന്നത് അള്ളാഹുവിൻ്റെ പടച്ച തമ്പുരാൻ്റെ പരിശുദ്ധ ഖുർആനിനെയാണ്, അവൻ്റെ വാക്കുകളെയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന യഥാർത്ഥമായ തൗഹീദിൻ്റെ പാതയിലേക്ക് കടന്നു വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.